ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയ PR-ൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ബെനിഫിറ്റ്സിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു ഓസ്ട്രേലിയ ആസ്പയറൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓസ്ട്രേലിയ പെർമനൻറ്റ് റെസിഡൻസ് എടുത്ത് അങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2ലേക്ക് വരിക. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും വാച്ച് ചെയ്തതിന് ശേഷം ഇത് കാണാം. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ എന്നുള്ളതാണ്. നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലീനെ കൂടെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കൺസേൺഡ് ആയിരിക്കും. ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോയിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോഴേക്കും നമ്മൾ എന്തോരം ഫീസ് കൊടുക്കേണ്ടി വരും, അവരുടെ കംഫർട്ടബിൾ ആയിരിക്കുമോ, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ എല്ലാ പാരൻസിനും കാണും. ബട്ട് ഇൻ കേസ് ഓഫ് ഓസ്ട്രേലിയ ഫീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല. ബിക്കോസ് പെർമനൻറ്റ് റെസിഡൻറ്റിൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ KG സെക്ഷൻ തൊട്ട് ഹൈസ്കൂൾ വരെയുള്ള മെയിൻ എഡ്യൂക്കേഷൻ എല്ലാം പബ്ലിക് സ്കൂൾ ത്രൂ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷൻ അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പിന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും കോളേജ് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമുക്കൊരു സബ്സിഡൈസ്ഡ് റേറ്റിലായിരിക്കും അവിടെ ഫീസ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ടാണ് നമ്മളൊരു ഓസ്ട്രേലിയൻ കൺട്രി എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വരുന്ന ഫീസ് എല്ലാവർക്കും അറിയാം. നമുക്കൊരു 20 to 25 lakhs വരെ പെർ ഇയർ ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരും. ബട്ട് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ഉള്ള ഒരാളുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ, പെർമനൻറ്റ് റെസിഡൻസ് ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീസിൻ്റെ 1/3 മാത്രമൊക്കെ ഫീസ് പേ ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഫണ്ടിങ്ങും ഉണ്ടാവും. സോ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതും അവിടെ നിന്ന് പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതും തമ്മിലൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ ഇത് സെക്യൂർഡ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാത്ത് വേ ടു സിറ്റിസൺഷിപ്പാണ്. എല്ലാവർക്കും അറിയാം, ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോയിട്ട് നമുക്ക് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഏതൊരു കൺട്രി നോക്കുവാണെങ്കിലും നമുക്കിപ്പോൾ GCC കൺട്രീസിലൊക്കെ 10-15 വർഷം വർക്ക് ചെയ്തിട്ടും നമ്മളൊരു ബേസിക് റെസിഡൻസി വിസയിൽ മാത്രം നിന്ന് കഴിഞ്ഞ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ നടത്തി ഉള്ള സേവിങ്സും കൊണ്ട് നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിൽ ആവുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാർ വളരെ റെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബട്ട് ഇൻ കേസ് ഓഫ് ഓസ്ട്രേലിയ നമ്മളൊരു വർക്ക് വിസ ത്രൂ അങ്ങോട്ട് എത്തുവാണെങ്കിലോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് ത്രൂ നമ്മൾ അങ്ങോട്ട് എത്തുവാണെങ്കിലോ വർക്ക് വിസ കിട്ടിയിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത്ര വർഷം വെയിറ്റ് ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല. നമുക്ക് ഇമീഡിയറ്റ്ലി പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് റെസിഡൻറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മളൊരു 2 to 3 years വരെ നമ്മളവിടെ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിനാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ഓസ്ട്രേലിയൻ പാസ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതോടെ നമുക്കൊരു ഓസ്ട്രേലിയൻ സിറ്റിസൻ്റെ എല്ലാ റൈറ്റ്സും കിട്ടുകയാണ്, ഇൻക്ലൂഡിങ് വോട്ടിംഗ്. PR ആയിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മെയിൻ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി ഇല്ല, ബാക്കി എല്ലാ റൈറ്റ്സും ഉണ്ടാവും. സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വോട്ടിങ്ങും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്കൊരു ഓസ്ട്രേലിയൻ സിറ്റിസൻ്റെ എല്ലാ റൈറ്റ്സും നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് കാര്യങ്ങളും ആ കൺട്രി ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കത് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ഒരു സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രിയും കൂടിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതും നമുക്ക് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു സ്പോൺസർ ഫാമിലി മെമ്പേഴ്സാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വർക്ക് വിസയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്, എന്നിട്ടാണ് നമ്മൾ PR അപ്ലൈ ചെയ്ത് നമുക്ക് സെലക്ഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഓസ്ട്രേലിയ പോലൊരു കൺട്രിയിൽ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ എപ്പോഴും പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഫാമിലിയോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഹാപ്പി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാനും വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇമ്മീഡിയറ്റ് ഫാമിലി ആണെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുമ്പോൾ അവർക്കും കൂടി ഉണ്ടാവും. നമ്മൾ ഓൾറെഡി അതനുസരിച്ചാണ് വിസ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈവൻ ദോ ഇനീഷ്യലി നമ്മൾ പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ മാത്രം വിസ ഫീസ് അടച്ചാണ് വിസ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമുക്ക് പിന്നീട് കുട്ടികളെയും അല്ലെങ്കിൽ സ്പൗസിനെയും കൂടെ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ആ വിസ ഫീസ് മാത്രം പേ ചെയ്ത് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിലേക്ക് അവരെ ആഡ് ചെയ്യാനും അവരെ കൂടെ കൊണ്ടുവരാനും പറ്റും. ഇമ്മീഡിയറ്റ് ഫാമിലി ആയതുകൊണ്ട് അവരെ കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ പാരൻസിനെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ വിസിറ്റ് വിസ കാര്യങ്ങളിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റിലേറ്റീവ്സിനെ ആണെങ്കിലും ഷോർട്ട് ടേം വിസിറ്റ് വിസയിലൊക്കെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനും പറ്റും. സോ നമുക്ക് അങ്ങനെ ഫാമിലീനെയും കൂടി നമുക്ക് അബ്രോഡ് കൊണ്ടുവരാനും നല്ലൊരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നമുക്ക് ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോ എംപ്ലോയർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നതാണ്. പലർക്കും ഉള്ള ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഒരു വർക്ക് വിസയിൽ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയർ ഇപ്പോൾ നമുക്ക് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്തു ഒരു 1 to 2 months ഒക്കെ നമ്മൾ വർക്ക് ചെയ്തു, പക്ഷെ നമുക്ക് അറ്റ്മോസ്ഫിയർ സെറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മളവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല, എംപ്ലോയറായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ റെസിഗ്നേഷൻ ഇട്ടാൽ നമ്മുടെ വിസ ക്യാൻസലായി പോവുമോ, നമ്മൾ ഇമീഡിയറ്റ്ലി ഡീപ്പോർട്ടഡ് ആവുമോ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. വർക്ക് വിസ ആകുമ്പോഴേക്കും ആ എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് കൺസേൺസ് വാലിഡ് തന്നെയാണ്. എംപ്ലോയർ ഡിപ്പെൻഡഡ് ആയിരിക്കും നമ്മളവിടെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവരായിരിക്കും നമുക്ക് തീരുമാനിക്കുന്നുണ്ടാവുക.
ബട്ട് വൺസ് നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വിസയിലാണ് നിൽക്കുന്നത്. സോ ഒരു എംപ്ലോയറുടെയും നമുക്ക് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. വൺസ് പെർമനൻറ്റ് റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്യാനും വേറൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ഹോസ്പിറ്റൽസ് മാറാനാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷനും നമുക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജോബ് സെക്യൂരിറ്റിയും ഉണ്ടാവും, എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല. പെർമനൻറ്റ് റെസിഡൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ റൈറ്റ്സിൽ നമുക്ക് അവിടെ ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യാനും എവിടെ വേണമെങ്കിൽ ജോലി ചെയ്യാനും, ഓസ്ട്രേലിയയിൽ ഏത് പ്രൊവിൻസിലും ഏത് സിറ്റിയിലും ജോലി ചെയ്യാനും ഫുൾ ടൈം വർക്ക് റൈറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് സ്പൗസിൻ്റെയും വർക്ക് റൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആക്സസ് ടു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും, കുട്ടികൾക്ക് എഡ്യൂക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമല്ലാതെ നമുക്ക് വേറെ കുറച്ചുകൂടി സൊസൈറ്റൽ ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കൺട്രി ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ചൈൽഡ് കെയർ ഫെസിലിറ്റി വരുന്നുണ്ട്, ഏജ്ഡ് പെൻഷൻ വരുന്നുണ്ട്, സൂപ്പർ ആനുവേഷൻ വരുന്നുണ്ട്, മെറ്റേണിറ്റി ആൻഡ് പെറ്റേണിറ്റി ലീവ്സ് കാര്യങ്ങളും ഗവൺമെൻറ് ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് കെയർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ചൈൽഡ് കെയറിൽ കൊടുക്കാൻ പറ്റും. നമ്മളുടെ മന്ത്ലി സാലറിയുടെ ഒരു പെർസെൻറ്റേജ് മാത്രം, അതും സബ്സിഡൈസ്ഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് ഡേ കെയറിൽ പോലെ തന്നെ, ബട്ട് ഇറ്റ്സ് എ ഗവൺമെൻറ് അതോറിറ്റി. സോ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ നമുക്കാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഏജ്ഡ് കെയർ പെൻഷനാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്കൊരു 60 years ആകുമ്പോഴേക്കും സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമ്മളുടെ മന്ത്ലി സാലറിയിൽ നിന്ന് ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് എംപ്ലോയർ തന്നെ മാറ്റിവെച്ച് അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു 60-65 years നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്ക് പെൻഷനായിട്ട്, നമുക്ക് സൂപ്പർ ആനുവേഷനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ PF ഒക്കെ പോലെ തന്നെ, ബട്ട് ഇറ്റ്സ് ഫ്രം ദ എംപ്ലോയേഴ്സ് സൈഡ്. അങ്ങനെ ഒരു ബെനിഫിറ്റ്, ഒരു വലിയ ബെനിഫിറ്റാണ്. അത് നമുക്കൊരു 60-65 years ആകുമ്പോഴേക്കും ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നത് മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ലീവാണ്. ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസി ഡെലിവറി ടൈമിലൊക്കെ പാരൻസ് രണ്ടുപേർക്കും, മദറിനും ഫാദറിനും നമുക്കൊരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം നമുക്ക് പെയ്ഡ് ലീവ്സ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അലോട്ട് തരുന്നുണ്ടാവും. സോ രണ്ടുപേർക്കും കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ആ ഒരു റീഹാബിലിറ്റേഷൻ ടൈമിലും ആണെങ്കിലും നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ലീവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സ് നമുക്ക് കുറച്ചുകൂടെ പെർമനൻറ്റ് റെസിഡൻസിനായിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും. കുറച്ചുകൂടി ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് വളരെയധികം അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ട്രാവൽ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഓസ്ട്രേലിയ. നമ്മളൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഇനിഷ്യലി 5 yearsൻ്റെ വിസ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ ടൈമിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് ഇൻ ആൻഡ് ഔട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. വർക്ക് വിസ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിസയിലാണെങ്കിൽ നമുക്കതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇത് നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എൻട്രി ആൻഡ് എക്സിറ്റ് നമുക്ക് ആ കൺട്രിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം റിട്ടയർമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മളൊരു കൺട്രിയിൽ നമ്മുടെ അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ അത്രയും വർഷം നമ്മളവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഹാപ്പി ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ബട്ട് നമുക്ക് ഇപ്പോൾ GCC പോലത്തെ കൺട്രീസിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നത് കാണുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. 10-20-25 വർഷം അവിടെ വർക്ക് ചെയ്ത് നമ്മളായിട്ട് ഉണ്ടാക്കിയ സേവിങ്സ് കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് പൊതുവേ കാണാറുള്ളത്. എന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആനുവേഷൻ പോളിസി പോലെ എന്തെങ്കിലും എടുത്ത് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് പൊതുവേ കണ്ടുവരാറുള്ളത്. ബട്ട് ഓസ്ട്രേലിയയിൽ നമ്മൾ അത്രയും നാളും നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് തിരിച്ച് കിട്ടുന്നുമുണ്ട്. ചൈൽഡ് കെയർ, ഏജ് പെൻഷൻ ആൻഡ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ആയതുകൊണ്ടും നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവരിങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് കൊണ്ടും പൊതുവേ ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ തിരിച്ച് വന്ന് നാട്ടിൽ സെറ്റിൽ ആവുക എന്നുള്ളത് പറയുന്നത് പൊതുവേ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് അവിടെ തന്നെ സെറ്റിലായി നമുക്ക് അവിടെ തന്നെ ജീവിക്കാനായിട്ട് പറ്റും. കൂടുതൽ ആൾക്കാരും അങ്ങനത്തെ കൺട്രീസാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ ദേ മൂവ് ഫ്രം എ കൺട്രി, നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൺട്രീനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ലൈഫ് എൻഡ് വരെ നമുക്ക് അവിടെ തന്നെ താമസിക്കാനും അതിനുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ടേക്ക് കെയർ ചെയ്യാനും ഗവൺമെൻറ് റിയലി നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻസ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെയാണ് പെർമനൻറ്റ് റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആണ്, ഓൾറെഡി ആഫ്ര രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി തന്നെ PR നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല, ആഫ്ര ഒന്നും എടുത്തിട്ടില്ല എന്നാണെങ്കിൽ BSc അല്ലെങ്കിൽ പോസ്റ്റ് BSc ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ബി ഇൻ്റർനാഷണൽ ത്രൂ തന്നെ നമുക്ക് പ്രോസസ്സിങ് കാര്യങ്ങളാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ബി ഇൻ്റർനാഷണൽ ത്രൂ തന്നെ സിറ്റിസൺഷിപ്പ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക്
ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ഇമ്മീഡിയറ്റ്ലി തന്നെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ PR-ൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ആഫ്ര എടുത്തിരിക്കുന്നവരാണെങ്കിൽ ആൻമാക്ക് പോലെയുള്ള സ്കിൽ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് ഫൈൻഡ് ചെയ്യാനും ആൻമാക്ക് സ്കിൽ അസസ്മെൻറ്റ് ഇപ്പോൾ PR നോക്കുന്നില്ലെങ്കിൽ പോലും ജോബിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആൻമാക്ക് നമുക്ക് ഉപകരിക്കുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും കൺസേൺസ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൗൺസിലറിന് ഈ പ്രോസസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിൽ ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.